ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് 1/2 കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് 35,000 മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക്. ഫോൺ 9947 645007 9497 650076. CPM-ന്റെയും ചില വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും നേതൃത്വത്തിൽ വാണിയംകുളം പഞ്ചായത്തിൽ കേന്ദ്ര പദ്ധതിയായ ജീവൻ പദ്ധതി അട്ടിമറിക്കാൻ ഗൂഢനീക്കം നടത്തുന്നതായി BJP ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ആരോപിച്ചു. വാണിയംകുളം പഞ്ചായത്തിൽ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ഹൌസ് കണക്ഷൻ ലഭിച്ച പല പ്രദേശങ്ങളിലും ഭീമമായ വാട്ടർ ബില്ലാണ് വാട്ടർ അതോറിറ്റി കൊടുത്തിട്ടുള്ളത്. പല വീട്ടുകാർക്കും ഇതുവരെ ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ വലിയ സംഖ്യയുടെ ബില്ലാണ് കൊടുത്തിട്ടുള്ളത്. 2 മാസം 10,000 ലിറ്റർ വെള്ളം ഉപയോഗിച്ചാൽ 142 രൂപ അടയ്ക്കേണ്ട സംഖ്യയ്ക്ക് പകരം 48,000-ഉം 80,000-ഉം എന്നീ പല സംഖ്യയാണ് ബില്ലായി കൊടുത്തിട്ടുള്ളത്. ഇത് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷ യൂണിയൻ നേതാക്കളുടെ ഗൂഢനീക്കമാണ്. BJP ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും 2 ദിവസത്തിനകം ഇതിന് പരിഹാരമുണ്ടാവുകയും വീഴ്ച പറ്റിയിട്ടുള്ള മുഴുവൻ ബില്ലുകളും റദ്ദ് ചെയ്യുമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രതിഷേധത്തിൽ വാണിയംകുളം പഞ്ചായത്ത് BJP പാർലമെന്റ് പാർട്ടി ലീഡർ AP പ്രസാദ്, ഷൊർണൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി P. ജയരാജ്, മണ്ഡലം സെക്രട്ടറി P. വിജു, വാണിയംകുളം ഏരിയ പ്രസിഡന്റ് P. സുനിൽകുമാർ, വാർഡ് മെമ്പറായ AC സുബ്രഹ്മണ്യൻ, TG ശാലിനി, KT ആശാദേവി, പ്രസീത തുടങ്ങിയവർ നേതൃത്വം കൊടുത്തു. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എങ്ങനെയാണോ അട്ടിമറിച്ചത്, സാധാരണക്കാരന് വീട് കിട്ടേണ്ട ആ പദ്ധതി അട്ടിമറിക്കാൻ എങ്ങനെയാണോ സംസ്ഥാന ഗവൺമെൻറ്റും ഇടതുപക്ഷവും ശ്രമിക്കുന്നത്, അതേ രീതിയിലാണ് ഈ ജൽജീവൻ മിഷൻ ഈ പദ്ധതി പൊളിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിൻ്റെ ഭരണവും അതേപോലെ തന്നെ ഇടതുപക്ഷ ഉദ്യോഗസ്ഥന്മാരും ഗൂഢാലോചന നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അനധികൃതമായിട്ടുള്ള ബില്ലുകൾ കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാക്കി. സാധാരണക്കാരായുള്ള ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് ജൽജീവൻ മിഷൻ്റെ കണക്ഷൻ വേണ്ട എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭീമമായൊരു എമൗണ്ടിൻ്റെ ബില്ല് കാണുന്ന സമയത്ത് അവർക്ക് മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു ബില്ല് വരുമ്പോൾ അത് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ തകരാറ് എന്താണെന്ന് ഇതുവരെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ടാകുന്നത് വരെ അതിൻ്റെ ഈ ബില്ല് ഇത്തരത്തിലുള്ള ബില്ല് എങ്ങനെയാണ് വന്നത് എന്ന് അവർ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരിക. അതല്ലെങ്കിൽ ഇത്രയും ഭീമമായ ബില്ല് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വാട്ടർ അതോറിറ്റിയും അതിൻ്റെ ജീവനക്കാരും എങ്ങനെയാണ് ഈ വ്യക്തികൾക്ക് ഇത്രയും വലിയ ബില്ല് വരുന്നതെന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബോധം അവർക്കുണ്ടാവും. ആ ബോധമില്ലായ്മയല്ല, മറിച്ച് ജനങ്ങളുടെ ഉള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ഇത്തരം കേന്ദ്രത്തിൻ്റെ പദ്ധതികളൊക്കെ തട്ടിപ്പാണെന്ന് വരുത്താനുള്ള ബോധപൂർവമായുള്ള ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ശക്തമായുള്ള പ്രതിഷേധം ഞങ്ങളിവിടെ അറിയിച്ചിരിക്കുക. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന 2 ദിവസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാകണം. അത്തരത്തിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയൊരു ജനകീയ പ്രക്ഷോഭം തന്നെ ഞങ്ങൾ ഈ വാട്ടർ അതോറിറ്റിക്കെതിരെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ന്യൂസ് ഡെസ്ക് CCV.